ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എസ് എഫ് ഐയെ വിചാരണ ചെയ്യുന്ന തിരക്കിലാണല്ലോ നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ. അവിടെ എസ് എഫ് ഐയെ വിചാരണ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ വരുമ്പോൾ എസ് എഫ് ഐയുടെ ഭാഗം കേൾക്കാനോ അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാനോ ആരും തയ്യാറാകുന്നില്ല. വസ്തുതകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു മാധ്യമവും തയ്യാറാകുന്നില്ല. എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലിയ തോതിൽ വാർത്തകൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു കൊയിലാണ്ടി ഗുരുദേവ കോളേജ്. അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം, അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ നിലപാടുകൾ, ആ പ്രിൻസിപ്പലിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികളും അവിടെ ചില അധ്യാപികമാരുമൊക്കെ കൈക്കൊണ്ട നിലപാട്, അതിനിടയിൽ അവിടെ പ്രിൻസിപ്പലിൻ്റെ മർദ്ദനത്തിൽ ചെവിയുടെ കേൾവി പോയൊരു വിദ്യാർത്ഥിയുണ്ട്. ആ വിദ്യാർത്ഥിയെക്കുറിച്ച്, ആ എസ് എഫ് ഐ പ്രവർത്തകനെക്കുറിച്ച് ഒരു മാധ്യമവും നമ്മളോട് സംസാരിച്ചിട്ടില്ല. എന്തായാലും തന്നെത്താൻ അടിച്ച് ആരും സ്വന്തം കേൾവിശക്തി കളയില്ലല്ലോ. അപ്പോൾ എന്താണ് നടന്നതെന്ന് നമുക്കറിയണ്ടേ. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സെന്റർ പ്രിൻസിപ്പൽ മർദ്ദിച്ച അഭിനവ് എന്ന വിദ്യാർത്ഥിയുടെ കേൾവി നഷ്ടപ്പെട്ടതായി ഡോക്ടർ. ഗുരുദേവ കോളേജ് വിഷയത്തിലെ യഥാർത്ഥ ഇര എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് അഭിനവിനെ മാത്രം മറ്റു മാധ്യമങ്ങൾ കണ്ടില്ല. അഭിനവിനൊപ്പം യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ജോഷില കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, ഈ കൊയിലാണ്ടിയിൽ സംഭവിച്ചത് എന്താണ്, മാധ്യമങ്ങൾ അതിനോട് സ്വീകരിച്ച നിലപാടെന്താണ്, എസ് എഫ് ഐ അവിടെ എടുത്ത നിലപാട് എന്തായിരുന്നു? ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ജോഷില, എല്ലാ മാധ്യമങ്ങളിലും വലിയ തോതിൽ വാർത്തയുണ്ട്. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐയുടെ അതിക്രമം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ. പക്ഷേ എസ് എഫ് ഐക്ക് പറയാനുള്ളത് എന്താണെന്നോ അവിടെ നടന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു ഒരു ത്വരയോ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയോ നിലപാടോ മാധ്യമങ്ങൾ സ്വീകരിച്ചില്ല. അഭിനവിനെ നമുക്കറിയാം, ചെവിക്ക് അടി കിട്ടി കേൾവി ശക്തി പോയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയോട് പോലും ഒരു വാക്ക് ചോദിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? മനു പറഞ്ഞതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളാരും കാണാതെ പോയ ഒരു ഇര, ഒരു സാധാരണ വിദ്യാർത്ഥി എന്ന് പറയാൻ സാധിക്കില്ല അഭിനവിനെ അങ്ങനെ ഒരു സാധാരണ വിദ്യാർത്ഥി എന്ന് പറയാൻ സാധിക്കില്ല. എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് കൂടിയാണ് അഭിനവ്. ഏരിയ പ്രസിഡന്റിനെയാണ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ അന്ന് ചർച്ചയ്ക്ക് പോയപ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാനായി വിദ്യാർത്ഥികളെ കൂട്ടി അവിടെ പോയപ്പോൾ മുഖത്തടിക്കുന്നത്. മുഖത്തടിച്ചതോടുകൂടി ചെവിക്കല്ലിനാണ് അടി കിട്ടുന്നത്. ചെവിയുടെ കർണപുടം പൊട്ടിയിരിക്കുകയാണ്. ആ കർണപുടം പൊട്ടിയത് കൊണ്ട് തന്നെ ഒരു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അഭിനവ് ഇപ്പോൾ ഉള്ളത്. എല്ലാ മാധ്യമങ്ങളും അന്നു മുതൽ ഇന്ന് വരെ കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി നവതേജിന്റെ പ്രസംഗത്തെ കുറിച്ചാണ്. ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ, ഒരു പ്രിൻസിപ്പലിനെ അടിക്കുമെന്ന് പറയാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെയാണ് മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ഒരു പ്രബുദ്ധതയുള്ള സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു ഭാഷയിൽ സംസാരിച്ചാൽ, അതായത് വളരെ മോശമായ ഭാഷയിൽ പ്രിൻസിപ്പലിനെ അടിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിലുള്ള പ്രസംഗം മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഒരു ഏരിയ സെക്രട്ടറിയെ, എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയെ അപമാനിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ അന്ന് പ്രസിദ്ധീകരിച്ചതും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രബുദ്ധ കേരളം അത് മാത്രമാണ് കേട്ടത് എന്നുള്ളതാണ്. ആ കേൾവി യഥാർത്ഥമായിരുന്നോ, എന്തിനാണ് അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് എന്നുള്ളത് പോലും അന്ന് കേരളം കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റിന് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ അഭിനവ് ഉണ്ട്. അഭിനവിന്റെ ഒരു ഭാഗത്ത് വലതു ചെവിക്ക് ഇപ്പോഴും കേൾവി ശക്തി കുറവാണ്. അത് തിരിച്ചു കിട്ടണമെങ്കിൽ 6 മാസത്തെ ചികിത്സയെങ്കിലും വേണം എന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ചികിത്സയിലാണ് അഭിനവിനോട് ചോദിക്കാം അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അഭിനവ്, അന്ന് പ്രിൻസിപ്പലിനെ കാണാൻ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു അവിടെ പോയത്? എന്തായിരുന്നു യഥാർത്ഥത്തിൽ നടന്ന തുടക്കം മുതലുള്ള ഒരു പ്രശ്നം പ്രേക്ഷകർക്ക് വേണ്ടി? ഈ ഗുരുദേവ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പം പോയ സമയത്ത് തന്നെ എന്താണ് അവിടെയുള്ള പ്രിൻസിപ്പൽ, അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. എസ് എഫ് ഐ പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഹെൽപ്പ് ഡെസ്ക് അവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ വിദ്യാർത്ഥികളോട് പ്രിൻസിപ്പൾ കച്ചറ ഉണ്ടാക്കുന്നത്. അപ്പം തൊട്ട് മുകളിലത്തെ കോളേജിൽ എന്തുണ്ട്, ആ ഹെൽപ്പ് ഡെസ്ക് സജീവമായിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പം എല്ലാ കോളേജുകളിലും നടക്കുന്നതാണ്, ഇവിടെ മാത്രമായിട്ട് എന്താ ഒരു പ്രയാസം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. സംസാരിക്കാൻ ചെന്നപ്പം തന്നെ നിങ്ങൾ ഇപ്പം ഇവിടുന്ന് എടുത്തു മാറ്റണം, ഇല്ലെങ്കിൽ ഞാൻ വലിച്ചെറിയും, നിങ്ങൾക്ക് ഇനി അറിഞ്ഞൂടാ, ഇതിൻ്റെ കോളേജാണ്, ഞാൻ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കുള്ളൂ, ഇറങ്ങിപ്പോടാ
പിന്നെ മോശമായിട്ടുള്ള വാക്കുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളുള്ള പെരുമാറ്റം വരുന്നത്. കയറി ആളെ പ്രിൻസിപ്പളിനോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗുരുദേവ കോളേജിൽ. അപ്പം ഒരു പ്രിൻസിപ്പൾ ഒരിക്കലും രീതിക്കകത്ത് പെരുമാറും ഇല്ലെങ്കിൽ അടിക്കുന്നുള്ള എന്തെല്ലാം നമ്മൾ തീരെ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നത് അതിനിടയിൽ മറ്റു മാധ്യമങ്ങൾ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ അടിക്കുന്ന ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും നമ്മുടെ അല്ലെങ്കിൽ അഭിനവിൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ സഹപ്രവർത്തകരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. ഞാൻ പറഞ്ഞതാണ്, അതായത് പ്രിൻസിപ്പൾ അടിക്കും എന്നുള്ള ധാരണയിൽ നമ്മൾ വീഡിയോ എടുക്കാനുമ്പോൾ അങ്ങനെ മുൻകൂട്ടി കരുതുന്നില്ല. പിന്നെ അവിടെയുള്ള CCTVയെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പളിനെ അടിക്കുന്ന ദൃശ്യം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പുറത്ത് അങ്ങോട്ട് ഉന്തും തള്ളും മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. തിരിച്ച് എനിക്ക് കിട്ടിയതോ പ്രിൻസിപ്പൾ അടിക്കുന്നതായ ദൃശ്യങ്ങളൊന്നും അടുത്ത മാനേജ്മെൻറ്റും പുറത്തുവിടാൻ തയ്യാറാക്കില്ല. പിന്നെ ഈ സംഭവം നടന്നെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കാണിക്കുന്ന സാഹചര്യത്തിൽ മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി തുടങ്ങിയ ചാനലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് സംസാരിച്ച് ഞാൻ പറയുന്ന സാധനം വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് എന്താണ് സംഭവിച്ചതെന്നും മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെയുള്ള സാധനം ഈ ചാനലുകൾ ഉൾപ്പെടെ എന്ത് ചെയ്ത് വീഡിയോ എടുത്ത് പോയതാ. ഒരു ചാനൽ എന്ത് ചെയ്തിട്ടില്ല, അത് പുറത്തേക്ക് ഔട്ട് ചെയ്യുന്ന നില ഉണ്ടായിട്ടില്ല. അതാണല്ലേ, മാധ്യമങ്ങൾ ഇതൊക്കെ മറച്ചു വെച്ചു. യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പുറത്തുവിടും എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ മറച്ചു വെച്ചു എന്നുള്ളതാണ്. അതായത് അന്ന് സംഭവം നടന്ന അന്ന് രാത്രി മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നെന്നാണ് എന്ത് ചെയ്ത് ഇത്രയും ചാനലുകളിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളത്. അവർ വീഡിയോ ഉൾപ്പെടെ, അതായത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്, ജനങ്ങളിലേക്ക് ഇവരിത് എത്തിക്കുന്നുള്ളതാണ്. അതായത് സത്യം എന്തെങ്കിലുമൊക്കെ ഭാഗം പറയുന്നില്ല. പക്ഷേ ഇതൊന്നും പുറത്തുവിടാതെ പ്രിൻസിപ്പളിനെ അനുകൂലമായിട്ട് പ്രിൻസിപ്പളിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള സാധനങ്ങളാണ് ഇന്നേ വരെ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ചാനൽ ചർച്ച തുടങ്ങി വരുന്ന വിദ്യാർത്ഥികൾ, നമ്മൾ സംസാരിച്ചിരുന്ന ആൾക്കാരെ ഗുണ്ടകൾ ഉൾപ്പെടെ വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക പ്രിൻസിപ്പൾ അടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, എന്താ ഇപ്പോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 മാസം കഴിഞ്ഞിട്ട് കാണിക്കണം. 6 മാസത്തോളം ടൈം എടുക്കും. കാരണം അവിടെ പൊട്ടിയതൊന്ന് റെഡിയായി വരാൻ, ഇല്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അടിയുടെ ആഘാതത്തിൽ തന്നെ മനു, ഇതാണ് വ്യക്തമാക്കാനുള്ളത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത്. ഒരുപക്ഷെ നമ്മളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഇരയുടെ പക്ഷത്ത് നിന്നോ എന്നുള്ളത് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇരയെ ആദ്യം പ്രിൻസിപ്പൽ നമുക്കറിയാം, SFI പോലുള്ള വിദ്യാർത്ഥി സംഘടന ഒരു കാര്യം അവിടെ ഹെൽപ്പ് ഡെസ്ക് നടക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി പ്രിൻസിപ്പളിനോട് കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാനായിരിക്കും അവിടെ പോയിട്ടുണ്ടാവുക. അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പ്രിൻസിപ്പൽ പ്രകോപിതനായി ഒരു കുട്ടിയുടെ കർണത്തടിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായ അന്തരീക്ഷം പോലും ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രിൻസിപ്പളാണ് ഏറ്റവും കൂടുതൽ സംയമനം പാലിക്കേണ്ട ഒരാൾ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. ഇതിന് വിപരീതമായിട്ടാണ് പ്രിൻസിപ്പൽ പ്രകോപനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ഈ കുട്ടിയെ അടിക്കുന്നത് മറച്ചു വെക്കുകയും വിഷ്വൽ അടക്കം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അഭിനവ് അടക്കം ചിന്തിക്കുന്നത്. പക്ഷേ ആ വിഷ്വൽ മറച്ചു വെച്ചുകൊണ്ട് പ്രിൻസിപ്പലിന് നേരെ അടികൊണ്ടതിന് ശേഷം മറ്റു വിദ്യാർത്ഥികളടക്കം പ്രിൻസിപ്പലിന് നേരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയും, വിദ്യാർത്ഥികളാണ് ആ സമയത്തുള്ള ഈ ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. ആ കയ്യേറ്റത്തിലേക്ക് പോകുന്ന സമയത്തുള്ള വിഷ്വൽ മാത്രം പുറത്തേക്ക് വിടുകയും അഭിനവ് എന്നുള്ള ഒരു ഇരയായി നമുക്ക് കരുതാം. കാരണം ചെവിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ട് പോലും മാധ്യമങ്ങളെല്ലാം മറച്ചു വെക്കുന്നു, മാനേജ്മെന്റ് ഇത് മറച്ചു വെക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. എന്തായാലും അഭിനവ് ഇപ്പോഴും ചികിത്സയിലാണ്. 6 മാസത്തോളം ചികിത്സ നടത്തിയാൽ മാത്രമേ ഒരുപക്ഷെ പൊട്ടിയ കർണപുടം പഴയ സ്ഥിതിയിലേക്ക് വരാൻ സാധ്യതയുള്ളൂ, ഇല്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഡോക്ടർമാർ വിലയിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ. മനു, ശരി, ഓക്കെ ജോഷിൽ, ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ അഭിനവ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് തല്ല് കിട്ടിയതോ കർണപടം പൊട്ടിയതോ കേൾവിശക്തി നഷ്ടമായതോ ഒന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ അറിഞ്ഞു പറ്റില്ല. നമ്മൾ ആകെ കണ്ടത് എന്താണ്, ആ പ്രിൻസിപ്പലിനെതിരെ SFI ആക്രമണം നടത്തി, അവിടെ SFIയുടെ ഏരിയ സെക്രട്ടറി പ്രിൻസിപ്പളിനെതിരെ പ്രകോപനപരമായ പ്രസംഗം നടത്തി എന്നത് മാത്രമാണ് നമ്മൾ കേട്ടത്. പക്ഷേ അതിനു മുൻപ് ആ പ്രിൻസിപ്പൾ എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ് വസ്തുത. ഈ ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൾ മഹാത്മാഗാന്ധിയുടെ അനിയനാണെന്ന് തോന്നും. കാരണം അത്രമാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രിൻസിപ്പൽ മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറിയും ഈ കുട്ടികളെ മർദ്ദിക്കാൻ, കുട്ടികൾക്കെതിരെ അതിക്രമം നടത്താൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സംഘപരിവാർ സ്വാധീനമുള്ള വ്യക്തികളാണ് ഇവരൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അവരെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഓരോ ദിവസവും രംഗത്ത് വരുന്നത്.